ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഹിമ നമ്മുടെ ശ്രുതിയുടെയും കടയിലോട്ട് ചെന്നിരിക്കുവാണ് എ സി ആയിട്ട്. അപ്പോൾ എ സി ഇവർ കണ്ടിട്ടില്ല. മഹിമയെ കാണുമ്പോഴേക്കും ശ്രുതിയും ഭയങ്കര സന്തോഷത്തിൽ, ആ മഹിമ ആൻറ്റിയെ പറ്റിയാണ് ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻറ്റിയുടെ അടുത്ത് നിന്നാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കച്ചവടം കിട്ടിയത്. ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഞങ്ങൾ കാശ് മേടിച്ച് പിന്നെ നല്ല കച്ചവടം ഇവിടെ നടക്കുന്നത്. ശരിക്കും ആൻറ്റിയുടെ കൈ നല്ല ഭാഗ്യമുള്ള കൈയാണെന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും നോക്കുമ്പോൾ കുറേ ആളുകൾ അവിടെ ഇങ്ങനെ അകത്തോട്ട് കടയുടെ ഉള്ളിലോട്ട് എ സി ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കും, ശ്രുതി എ സി വല്ലതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ശ്രുതി പറയും, ഇല്ലല്ലോ, ഇനി ഡീലർ വല്ലതും അയച്ചു തന്നതായിരിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ മഹിമ പറയും, ഇല്ല, അത് ഞാനാ കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും, ആൻറ്റിയോ? ആ, ഞാനെന്ന് ഈ കടയിൽ നിന്ന് മേടിച്ചില്ലേ, ആ എ സി തിരിച്ചു തരാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അയ്യോ അതെന്ത് പറ്റി ആൻറ്റി? എ സിക്ക് എന്താ വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ, കുഴപ്പമുണ്ടോ, തണുപ്പില്ലേ? പക്ഷെ നല്ല കമ്പനിയാണല്ലോ അതെന്നൊക്കെ ശ്രുതി ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ ചോദിക്കുവാണേ. അപ്പോൾ മഹിമ പറയും, ഇല്ല, ഞാനതിപ്പോഴും തുറന്നു പോലും നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്തിനാ ആൻറ്റി ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയും, ഇത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് മേടിച്ചതല്ല, നിങ്ങളുടെ വീട്ടിലോട്ട് ഗിഫ്റ്റായിട്ട് തരാൻ വേണ്ടി മേടിച്ചതാണെന്ന് പറയുവാണ്. ഈ ചൂടുകാലത്ത് നിങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴേക്കും ഞാനിത് വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. പക്ഷേ ആ സച്ചി, അവൻ ഈ എ സി എനിക്ക് തന്നെ തിരിച്ചയച്ചു. എന്നിട്ട് എന്നെ വിളിച്ച് കുറേ എന്നെ അപമാനിക്കുന്ന തരത്തിൽ എന്നെ ചീത്ത പറഞ്ഞു. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് അവൻ സംസാരിച്ചത്. അപ്പോൾ ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട്, ആൻറ്റിക്ക് സച്ചിനെ പറ്റി അറിയാലോ, അതൊന്നും മനസ്സിൽ വെക്കണ്ടെന്ന് പറയുമ്പോഴേക്കും മഹിമ പറയുവാണേ, ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള എ സി മേടിച്ചത്. അത് നിങ്ങളുടെ അമ്മ എന്നെ ഉദ്ഘാടനത്തിന് വിളിപ്പിച്ചപ്പോഴേക്കും നിങ്ങൾക്കൊരു നല്ല കച്ചവടം ആയിക്കോട്ടെ എന്ന് കരുതി. എന്നിട്ട് ആ സച്ചി എനിക്കത് തിരിച്ചയച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ കടയിൽ നിന്ന് ആദ്യമായിട്ട് സെയിലായ പ്രോഡക്റ്റ് ആണെന്ന് പോലും അവൻ ഓർത്തില്ല. നിങ്ങളോട് ഇത്രയൊക്കെ ഉള്ളൂ അവന് സ്നേഹം എന്നൊക്കെ മഹിമ ഇങ്ങനെ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും കൂട്ടിക്കൊടുക്കുവാണേ. എന്നിട്ട് പറയും, എൻ്റെ എ സി കാരണം നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവണ്ട. എൻ്റെ മോള് ആ വീട്ടിലല്ലേ ജീവിക്കുന്നത്. നിങ്ങൾ നല്ല സമാധാനത്തിൽ കഴിഞ്ഞോ. ഈ എ സി അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു തരാമെന്ന് ഓർത്തത്. ഞങ്ങൾക്ക് ഈ എ സി വേണ്ടാന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇപ്പോൾ ഈ എ സി ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ കാശൊന്നുമില്ല. ഇവിടെ ഇരുന്ന കാശൊക്കെ ഞങ്ങൾ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും മഹിമ അവരെ പുച്ഛിക്കുന്നുണ്ട്. ഓ, അപ്പോൾ ഇത്രയും നാളായിട്ടും വലിയ കച്ചവടമൊന്നും നടന്നില്ലേ? ഞാനാണോ ഈ കടയിൽ നിന്ന് ഏറ്റവും വില കൂടിയ സാധനം മേടിച്ചത്? എന്താ ഈ കടയിൽ വരുമാനമൊന്നും ഇല്ലേന്നൊക്കെ മഹിമ അവരെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുവാണേ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് പുറകിലിങ്ങനെ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എ സിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ശ്രുതിയോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുതിയ കടയല്ലേ ഇത് തുടങ്ങിയേക്കുന്നത്, അപ്പോൾ സാധനങ്ങളൊക്കെ നല്ലതായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ വിറ്റ സാധനങ്ങളൊക്കെ റിട്ടേൺ വരുന്നു, അപ്പോൾ അത്രയ്ക്ക് മോശം പ്രോഡക്റ്റ് ആണോ ഇവിടെ? അപ്പോൾ ശ്രുതി പറയും, അയ്യോ അല്ല, അതങ്ങനെയല്ല സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും ശരി ശരി ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ ആ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുവാണ്. ശ്രുതിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് സെയിൽ ചെയ്ത സാധനം തിരിച്ചു വരികയും ചെയ്തു, ഒരു കസ്റ്റമർ പോവുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് മഹിമ അങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുവാണ്. എന്നിട്ട് ഇവരുടെ മുമ്പിൽ സഹതാപം കാണിക്കാൻ വേണ്ടി വീണ്ടും അഭിനയിക്കുവാണ്. അയ്യോ, ഞാൻ കാരണം നിങ്ങളുടെ കടയിൽ വന്നൊരു കസ്റ്റമർ പോയി, നിങ്ങളുടെ കച്ചവടം മുടങ്ങി. നിങ്ങൾക്ക് തരാൻ പൈസ ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് പൈസയൊന്നും വേണ്ട, ഇതൊരു ഗിഫ്റ്റായിട്ട് ഈ കടയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിക്ക് സന്തോഷവും, ഹോ, പൈസ ഒന്നും ഇനി തിരിച്ചു കൊടുക്കണ്ടല്ലോ, ഞാൻ പോവാന്ന് പറഞ്ഞ് മഹിമ പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിൽക്ക് ആൻറ്റി, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി പുറത്തോട്ട് പോകുവാണേ. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോകുന്നത്. മഹിമ അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എന്നിട്ട് ശ്രുതി തിരിച്ച് വന്നിട്ട് മഹിമയുടെ കയ്യിൽ കാശ് കൊടുക്കുന്നുണ്ട് എ സിയുടെ. അപ്പോൾ മഹിമ പറയും, അയ്യോ ഇതെന്താ മോളെ, ഇത് നിങ്ങളുടെ കടയിൽ ആദ്യമായിട്ട് കച്ചവടം നടന്ന കാശല്ലേ, അതെനിക്ക് തിരിച്ചു വേണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയല്ല ആൻറ്റി, ആൻറ്റി മേടിച്ച സാധനം തിരിച്ചു തന്നില്ലേ, അപ്പോൾ അതിൻ്റെ കാശ് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, ഇത് മേടിച്ചോ എന്ന് പറയുമ്പോഴേക്കും മഹിമ പറയും, ഇല്ല, മോളെൻ്റെ മോളെ പോലെ തന്നെയാണ്, എനിക്ക് ഈ കാശ് വേണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വെച്ചോ ആൻറ്റി, ഈ കാശ് ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, നിങ്ങൾ സാധനം തിരിച്ചു തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ആ കാശ് മഹിമക്ക് കൊടുക്കുവാണേ. മഹിമ അപ്പോൾ വല്ലാതെ അഭിനയിക്കുന്നുണ്ട്, ഷോ, നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് എന്നൊക്കെ പറയുവാണേ. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും നല്ലവരാ, ആ സച്ചി മാത്രം എന്താ ഇങ്ങനെ പോയത്? ആ സച്ചിൻ ഈ എ സി മേടിച്ച് വീട്ടിൽ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. പോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും എരികേറ്റി വിടുവാണ് മഹിമ. അവരുടെ വിഷമം കൊണ്ട് നല്ലോണം മനസ്സൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് മഹിമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണേ. ശ്രുതി ഇങ്ങനെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രുതി കാശ് കൊടുത്തത്? അവർ കാശ് വേണ്ടെന്ന് പറഞ്ഞല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അവരെങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ വിറ്റ സാധനം തിരിച്ച് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ കാശ് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ അനിയൻ കാരണം എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് സെയിലായത് റിട്ടേൺ വന്നു. സച്ചി എന്താ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് നല്ലോണം അറിയാം. അന്ന് രേവതി മിക്സിയും കൊണ്ട് വന്നപ്പോഴേക്കും അമ്മ അവളെ ബില്ലടിപ്പിക്കാൻ വേണ്ടി സമ്മതിച്ചില്ലല്ലോ. മഹിമയാണല്ലോ നമ്മൾ ആദ്യം ബില്ലടിപ്പിച്ചത്. അതിൻ്റെ ദേഷ്യം സച്ചിക്ക്, അതാ സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത്.
അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, "അല്ല ശ്രുതി, നിനക്ക് എവിടുന്ന് ഇത്രയും പെട്ടെന്ന് ഇത്രയും കാശൊക്കെ കിട്ടിയെന്ന്?" ചോദിക്കുമ്പോൾ ശ്രുതി തൻ്റെ കഴുത്തിലെ മഞ്ഞ ചരട് കാണിച്ചു കൊടുക്കുവാണേ. അത് കാണുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് ഞെട്ടിയിട്ട്. ശ്രുതി പറയും, "എന്താ ശ്രുതി ഇത് നീ മഞ്ഞ ചരടൊക്കെ ഇട്ട് നടക്കുന്നതെന്ന്?" ചോദിക്കുമ്പോഴേക്കും, "ഞാൻ താലി വിറ്റു" എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, "താലി വിറ്റോ? ആ പിന്നെ വിൽക്കാതെ ആ പൈസ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വർഷയുടെ മുമ്പിൽ നമ്മുടെ അഭിമാനമൊക്കെ പോകും. കാരണം അവരുടെ കാശ് ഫ്രീ ആയിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവരോർക്കും. ഇതൊക്കെ ശ്രുതിയുടെ അഭിമാന പ്രശ്നമാണ്. ശ്രുതിക്കാണ് ഇതൊക്കെ അപമാനമായിട്ട് മാറാൻ പോകുന്നത്. ആ കാശ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറിയല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടേ. എൻ്റെ ശ്രുതി ഇനി ആരുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കേണ്ട ഗതികേട് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറയുവാണേ. ശ്രുതി പറയുന്നുണ്ട്, "ഞാൻ എന്താ പറയേണ്ട ശ്രുതി, എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്നാലും നീ എന്തിനാ ഈ താലി വിറ്റെന്ന്?" ചോദിക്കുമ്പോഴേക്കും, "ഞാൻ ശ്രുതിയുടെ ഭാര്യയാണ്. ശ്രുതിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കടയൊക്കെ ഒന്ന് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ആകുമ്പോഴേക്കും ശ്രുതി തന്നെ എനിക്കൊരു താലിമാല മേടിച്ച് തന്നാൽ മതിയെന്ന് ശ്രുതി പറയുവാണേ. ശ്രുതിക്ക് ഭയങ്കര ഫീലായി. ശ്രുതി താലിമാല വിറ്റ് കാശൊക്കെ തൻ്റെ അഭിമാനത്തിനായിട്ട് അങ്ങനെ ചെയ്തപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ഫീലായിട്ടിരിക്കുവാണ് ഈ സംഭവം. ഇതിനെല്ലാം കാരണം ആ സച്ചിയാന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ശ്രുതിയും കൂടി വീട്ടിലോട്ട് പോകുവാണേ. എന്നിട്ട് ചന്ദ്രയുടെ രവീന്ദ്രൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, "ഇതുപോലെ ഞാൻ ഒരു സ്ഥലത്തും അപമാനപ്പെട്ടിട്ടില്ല അമ്മയെന്ന്" പറയുമ്പോഴേക്കും സച്ചിൻ രേവതി എല്ലാവരും ഉണ്ട് അവിടെ ചർച്ച നടക്കുമ്പോൾ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, "ജോലിക്ക് പോവാതെ നീ വീട്ടിലിരുന്നില്ലേ, അപ്പോഴും നേരിട്ടത് നീ അപമാനം തന്നെ ആടാന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിരിക്കുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, "നീ മിണ്ടാതിരിയുടെ സച്ചി" എന്ന് പറയുവാണേ. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അഹങ്കാരത്തോടെ സംസാരിക്കുന്നോന്ന് ചോദിക്കുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, "സച്ചിക്ക് ഇപ്പോഴും ചെയ്തത് തെറ്റായിട്ട് തോന്നുന്നില്ലേ?" എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, "ഇല്ല, എനിക്കൊരു തെറ്റായിട്ടും തോന്നുന്നില്ല" എന്ന് പറയുവാണ്. ശ്രുതിയും ദേഷ്യം വന്ന് നിൽക്കുവാണല്ലോ. ശ്രുതി ചൂടാവുന്നുണ്ടേ സച്ചിനോട്, "എന്താടാ നിനക്ക് ഇത്ര അഹങ്കാരം? നീ കാരണം ഞങ്ങൾ എന്തോരം അപമാനപ്പെട്ടിട്ടാണ് ഇന്ന് നിൽക്കുന്നതെന്ന് അറിയാവോ?" അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, "ഞങ്ങളുടെ കടയിൽ നിന്നും ആദ്യമായിട്ട് സെയിലായ പ്രോഡക്റ്റ് ഇന്ന് റിട്ടേൺ വന്നു. അതെന്തോരം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് സച്ചിക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുവാണേ. ഈ സംഭവം പുറത്തറിഞ്ഞാൽ ഞങ്ങളുടെ കടക്കാണ് അതിൻ്റെ ചീത്തപ്പേരെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, "പുറത്തറിഞ്ഞാൽ എന്ത് ചീത്തപ്പേര്? നല്ല സാധനങ്ങൾ വിറ്റാൽ നല്ല പേരേ കിട്ടത്തുള്ളൂ" എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, "മതിയുടെ സച്ചി നിർത്ത്. നീ കാരണം ഇന്ന് ഞങ്ങളുടെ കടയിലെ സ്റ്റാഫിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും മുമ്പിലൊക്കെ ഞങ്ങൾ നാണം കെട്ടു" എന്ന് പറയുവാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയും, "ആൻറ്റി, ഈ സച്ചി വർഷയുടെ അമ്മേനോട് എന്തോരം മോശമായിട്ടാണ് സംസാരിച്ചതെന്നറിയോ ഫോൺ ചെയ്തിട്ട്? വർഷയുടെ അമ്മ കടയിൽ വന്ന് വല്ലാതെ ഫീൽ ചെയ്ത് സങ്കടപ്പെട്ടിട്ടാണ് ഇറങ്ങിപ്പോയെന്ന്" പറയുമ്പോഴേക്കും വർഷയും പറയുന്നുണ്ട്, "അമ്മ എന്നെയും വിളിച്ച് പറഞ്ഞായിരുന്നു, അമ്മേനോട് ഭയങ്കര മോശമായിട്ടാണ് ഈ സച്ചിയായിട്ട് സംസാരിച്ചതെന്ന്." അപ്പോൾ സച്ചി പറയും, "ഓ, അപ്പോഴത്തേക്ക് എല്ലാവരെയും വിളിച്ച് വിവരമൊക്കെ പറഞ്ഞു." അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, "നിങ്ങൾ കേൾക്കുന്നില്ലേ? വർഷയുടെ അമ്മേനോടാണ് മര്യാദ ഇല്ലാതെയൊക്കെ ഇവൻ സംസാരിച്ചിരിക്കുന്നത്. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെന്ന്?" ചോദിക്കുവാണ് ചന്ദ്ര. അപ്പം രവീന്ദ്രൻ സച്ചിനോട് ചോദിക്കുന്നുണ്ട്, "നീ എന്തിനാടാ മഹിമേനെ വിളിച്ച് സംസാരിച്ചെന്ന്?" ചോദിക്കുമ്പോൾ സച്ചി പറയും, "അച്ഛാ, AC കൊണ്ടുവന്നവർ AC തിരിച്ചുകൊണ്ട് പോകുന്നില്ല. അയച്ചവരോട് സംസാരിച്ചിട്ട് റിട്ടേൺ ചെയ്യുന്ന കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന്" പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവായി. ശ്രുതി പറയും, "നീ ആരാടാ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ? ഞങ്ങളോട് ചോദിച്ചുകൂടായിരുന്നോ?" അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, സച്ചേട്ടൻ ഒരു വാക്ക് ഞങ്ങളോട് ചോദിക്കായിരുന്നു" എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, "എന്താടി ഈ പറയുന്നത്? നീയും അവരുടെ കൂടെ ചേർന്നോ? എന്താ ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? അവർ മേടിച്ചുകൊണ്ട് വന്ന AC ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഹോളിൽ ഫിറ്റ് ചെയ്യണമായിരുന്നോ? നമ്മളെന്താ കയ്യും കാലും ഇല്ലാത്തവരാണോ? നമുക്ക് നല്ല ആരോഗ്യമില്ലേ പണിയെടുക്കാൻ വേണ്ടി? നമ്മുടെ വീട്ടിലൊരു സാധനം വേണമെങ്കിൽ നമ്മൾ മേടിക്കാം, അല്ലാണ്ട് അവർ തന്നതൊന്നുമല്ല മേടിച്ച് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ചന്ദ്ര പറയും, "വർഷയുടെ അമ്മ മറ്റുള്ളവരല്ല, അത് നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ തന്നെയാണ്. നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അവർ നമുക്ക് AC അയച്ചു തന്നത്." അപ്പോൾ രേവതി പറയുന്നുണ്ട്, "അമ്മേ, അച്ഛൻ അന്ന് തന്നെ പരിപാടിക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞതല്ലേ AC ഒന്നും വേണ്ടെന്ന്. പിന്നെന്തിനാ അവരിങ്ങനെ മേടിച്ചയക്കുന്നതെന്ന്?" ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, "ഓ, തുടങ്ങി അവനെ എരികേറ്റി അവനെ കീ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട്. നീ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്?" ചോദിക്കുമ്പോൾ രേവതി പറയും, "ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ തന്നെയില്ല, ഇനി എൻ്റെ തലയിൽ കൊണ്ടുവന്നിട് കുറ്റം" എന്നൊക്കെ രേവതി പറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, "ഇത് ഞാനാ ചെയ്തത്. ഇതെൻ്റെ തീരുമാനമാണെന്ന്" സച്ചി പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് വീണ്ടും, "എന്തിനാ സച്ചിയേട്ടൻ ആ AC റിട്ടേൺ അയച്ചതെന്ന്?" ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, "എൻ്റെ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞ സാധനം അവർ വീണ്ടും കൊടുത്തയച്ചതിന് എൻ്റെ അച്ഛൻ്റെ അഭിമാനത്തിനല്ലേ അതിന് ക്ഷതമേക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, "നീ വെറുതെ ഓരോ കാരണങ്ങളൊന്നും ഉണ്ടാക്കി പറയണ്ട. നീ എൻ്റെ പേരൊക്കെ മനഃപൂർവ്വം ചീത്താക്കാൻ വേണ്ടിയിട്ടല്ലേടാ ഇങ്ങനെ ചെയ്തതെന്ന്" പറയുമ്പോഴേക്കും സച്ചി പറയുവേ, "പിന്നെ നിനക്ക് നല്ല പേരാണല്ലോ, ഞങ്ങൾ നിൻ്റെ പേര് ചീത്താക്കാൻ വേണ്ടി ഇവിടെ വലിയ ഗൂഢാലോചനയൊക്കെയാണ് ചെയ്യുന്നതെന്ന്" സച്ചി കളിയാക്കി പറയുവാണേ.
ഞങ്ങൾ നന്നായിട്ട് ബിസിനസ് ചെയ്യണം, മുന്നേറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് വർഷയുടെ അമ്മ ആദ്യത്തെ പ്രോഡക്റ്റ് ഞങ്ങളുടെ കടയിൽ നിന്ന് മേടിച്ച് കാശ് തന്നതാണ്. അതാണ് സച്ചി ഇന്ന് തിരിച്ചു കൊടുത്തതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവരെന്ത് മനസ്സിൽ വെച്ചിട്ടാ എന്ത് മനസ്സിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ വർഷ ചോദിക്കും, എൻ്റെ മമ്മി എന്ത് മനസ്സിൽ വെച്ച് ചെയ്തെന്നാണ് ഈ സച്ചിയേട്ടൻ പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വർഷയുടെ അമ്മയല്ല മനസ്സിൽ വെച്ച് ഓരോന്നും ചെയ്യുന്നത്, ഈ സച്ചിയാണെന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ. രേവതി ചൂടാവുന്നുണ്ട് നമ്മുടെ ശ്രുതിനോട്. എൻ്റെ സച്ചിയേട്ടൻ എന്ത് മനസ്സിൽ വെച്ച് പെരുമാറിയെന്ന ഈ ശ്രുതി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, സച്ചിനെ എനിക്ക് നല്ലോണം അറിയാം. അന്ന് രേവതി മിക്സി മേടിച്ച് ബില്ലടിക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ സമ്മതിച്ചില്ലല്ലോ. മഹിമയ്ക്കല്ലേ ആദ്യത്തെ ഓർഡർ കൊടുത്തത്. അതിൻ്റെ ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് ഞങ്ങളുടെ കടക്ക് ചീത്തപ്പേരുണ്ടാവാൻ വേണ്ടി തന്നെയാണ് സച്ചിയേട്ടൻ മനഃപൂർവ്വം ഇത് ചെയ്തതെന്നൊക്കെ ശ്രുതി പറയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ ഒന്നും മനസ്സിൽ വെച്ച് ചെയ്യുന്ന സ്വഭാവം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയും, ആ സംഭവം തന്നെ ഞാൻ മറന്നുപോയിരിക്കുക, പിന്നെയല്ല അത് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുവാണേ സച്ചി. അപ്പോൾ ശ്രുതി പറയും, ഇത് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ചെയ്ത കാര്യങ്ങളാ, നീ വെറുതെ സംസാരിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല ശ്രുതി എന്ന് പറയുമ്പോൾ സച്ചി പറയും, നീ എന്ത് ചെയ്തു എന്നാടാ, ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്തു എന്നാടാ നീ പറയുന്നേ. പറയും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ ചെയ്ത തെറ്റ് മനസ്സിലാവാത്തതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്ത് മനസ്സിലാക്കാനാ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ ചെയ്ത കാര്യത്തിന് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് സച്ചിയുടെ അടുത്തോട്ട് പോകുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്നെ എന്ത് ചെയ്യോടാ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ അടുത്ത് പോവുകയാണേ. പിന്നെ രണ്ടുപേരും കൂടി ഇടിപിടുത്തമായി. അപ്പോഴേക്ക് രവീന്ദ്രൻ കയറി ഇടപെടുന്നുണ്ട്, നിർത്തടാ അവിടെ, നിനക്കെന്താ ഞാനിവിടെ ഒരു കല്ലാണെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് തല്ലു പിടിക്കുന്നത്. അപ്പോൾ ശ്രുതി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ആ എ സിയുടെ കാശ് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നച്ഛാ, കടയിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളത് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, കാശൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, കാശ് തിരിച്ചു കൊടുത്തോ, അത്രയും കാശ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി. ഞാൻ അപമാനപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ താലിമാല വിറ്റച്ചാന്ന് പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്രക്കും രവീന്ദ്രനും എല്ലാവർക്കും സങ്കടമാവുകയാണേ. ശ്രുതിയുടെ കഴുത്തിലെ മഞ്ഞച്ചരട് അവരപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സച്ചിക്കും അത് ഭയങ്കര ഷോക്കായി പോയി. സച്ചിയും രേവതിയും അങ്ങനെ നിൽക്കുവാണേ. പണക്കാരൻ വീട്ടിലെ മരുമകൾ മഞ്ഞച്ചരടിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ചന്ദ്രക്ക് ഭയങ്കര സങ്കടമായിട്ട് കണ്ണൊക്കെ നിറയുവാണ് ചന്ദ്രയുടെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.